വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഇതുവരെ ലൈൻസിൻ്റെ പ്രൊജക്ഷൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ സോളിഡ്സിൻ്റെ പ്രൊജക്ഷനാണ് നോക്കുക. സെയിം പഴയ HP ഒക്കെ തന്നെയാണ്. അതായത് പഴയ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും. ഓക്കെ, ഇപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ദെൻ തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ സോളിഡ്സിൻ്റെ കേസിൽ ആകെ പഠിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമാണ്. അതായത് എല്ലാ സോളിഡ്സും നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്, എബോ HP ഇൻ ഫ്രണ്ട് ഓഫ് VP ഡിസ്റ്റൻസിൽ വയ്ക്കുന്നത്. അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കുന്നത് കംപ്ലീറ്റ്. സോളിഡ്സിൽ നമുക്ക് വേറെ ക്വാഡ്രൻസ് ഒന്നുമില്ല. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സ്. ഫസ്റ്റ് വൺ പ്രിസം. ഓക്കെ, ഇതാണ് ഒരു പ്രിസം. ദെൻ ഇത് പിരമിഡ്. ദെൻ നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു കോൺ. ദെൻ സിലിണ്ടർ. ഓക്കെ, ഈ 4 ഫിഗേഴ്സാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നേരെ പ്രിസത്തിലേക്ക് പോവാം. ഒരു പ്രിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 ബേസ് ആയിരിക്കുള്ളത്. അതായത് മുകളിൽ ഒരു ബേസാണ്, താഴെ ഒരു ബേസാണ്. അതുപോലെ പ്രിസമായാലും പിരമിഡായാലും എന്തായാലും ബേസിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ് പേര് കൊടുക്കുക. അത് ഇതിനെന്ന് പറഞ്ഞാൽ ഒരു ഹെക്സാഗണാണ് ടോപ്പ്. അതുപോലെ ടോപ്പും ബോട്ടവും ഹെക്സാഗണൽ ബേസാണ്. അപ്പോൾ ഇതിനെ ഹെക്സാഗണൽ പ്രിസം എന്ന് പറയും. ഹെക്സാഗണാണ്, പ്രിസമാണ്. അപ്പം ഹെക്സാഗണൽ പ്രിസം. ഓക്കെ, ഇനി നോക്കേണ്ടത് അതിൻ്റെ എഡ്ജസ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ബേസിൽ കാണുന്ന 6 എഡ്ജസ് ഉണ്ട്. ഓക്കെ, ആ എഡ്ജസിനാണ് ബേസ് എഡ്ജസ് എന്ന് പറയാം. അതായത് ബേസിൻ്റെ ഹെക്സാഗണാണ്, മുകളിലും താഴെയുണ്ട്. ആ ഹെക്സാഗണിൻ്റെ 6 എഡ്ജസ്, അത് ഈ കാണിക്കുന്ന 6 എഡ്ജസ് ആണ് ബേസ് എഡ്ജസ് എന്ന് പറയാം. ഹെക്സാഗണിൻ്റെ 6 ലൈൻസ്. ഓക്കെ, മുകളിൽ ബേസ് എഡ്ജസ് ഉള്ളതുപോലെ താഴെയും 6 ബേസ് എഡ്ജസ് ഉണ്ട്. ദെൻ കോർണേഴ്സ്. ബേസിൻ്റെ ഹെക്സാഗൺ ആണെങ്കിൽ 6 കോർണേഴ്സ് കാണും. ഈ കോർണേഴ്സിനെയാണ് കോർണർ ഓഫ് എ ബേസ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ് ആക്സിസ്. ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ, ഇപ്പോൾ പ്രിസത്തിൻ്റെ കേസിലാണ് മുകളിലത്തെ ബേസിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴത്തെ ബേസിൻ്റെ, അതായത് 2 ബേസാണുള്ളത്, താഴത്തെ ബേസിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ഇമാജിനറി ലൈനെയാണ് ആക്സിസ് എന്ന് പറയാം. അതായത് 2 എൻഡ് ഫേസിനെ സെൻറ്ററിലേക്ക് സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനാണ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിസ് ഓഫ് സോളിഡ്സ് കഴിഞ്ഞ് അടുത്ത് വരുന്നത് റെക്റ്റാങ്കുലർ ഫേസസ് എന്ന് പറയാം. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഫേസസ് 2 ഹെക്സാഗണിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് ഫേസസ് ഉണ്ട്. ഹെക്സാഗൺ ആണെങ്കിൽ ഒരു 6 ഫേസസ് ആണ്. 6 ഫേസസിനെയാണ് റെക്റ്റാങ്കുലർ ഫേസസ് എന്ന് പറയുക. കാരണം റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും. സോ അതിനെ റെക്റ്റാങ്കുലർ ഫേസസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ബേസായി ബേസിൻ്റെ എഡ്ജസ്. അതിലൂടെ നോക്കുമ്പോൾ ബേസിൻ്റെ എഡ്ജസ്, ബേസ് എഡ്ജസ് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞത് കോർണേഴ്സ് ആണ്, കോർണർ ഓഫ് ബേസ്, അതായത് ബേസിൻ്റെ കോർണേഴ്സിൻ്റെ കേസ് പറഞ്ഞു. ദെൻ പറഞ്ഞത് റെക്റ്റാങ്കുലർ ഫേസസ് ആയിരുന്നു. അതായത് 2 ഹെക്സാഗൺ ജോയിൻ ചെയ്യുന്ന പ്ലെയിൻ, അതായത് അതിനെയാണ് റെക്റ്റാങ്കുലർ ഫേസസ് എന്ന് പറയുന്നത്. റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് റെക്റ്റാങ്കുലർ ഫേസസ് എന്ന് പറയും. ദെൻ നമുക്ക് ഒരു റെക്റ്റാങ്കുലർ ഫേസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു 3 റെക്റ്റാങ്കുലർ ഫേസ് കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കൊരു ജസ്റ്റ് ഒരു റെക്റ്റാങ്കുലർ ഫേസ് എടുത്തിട്ട് ബാക്കി പറയാം. ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കുലർ ഫേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡ്ജസിന് പറയുന്നതാണ് ലോങ് എഡ്ജസ്. അതായത് ബേസിൽ എഡ്ജസ് അല്ല, ബാക്കി 2 എഡ്ജസ്, ബേസ് എഡ്ജസ് വരാതെ ബാക്കി 2 എഡ്ജസാണ് ലോങ് എഡ്ജസ്. എല്ലാ റെക്റ്റാങ്കുലർ ഫേസിൻ്റെയും ലോങ് ആയിട്ട്, അതായത് 2 ബേസിനെയും കണക്ട് ചെയ്യുന്ന എഡ്ജസാണ് ലോങ് എഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിസം കഴിഞ്ഞ് നേരെ പിരമിഡിലേക്ക് പോവാം. പ്രിസം ആകുമ്പോൾ നമുക്കറിയാം 2 ബേസ് ആയിരുന്നുള്ളത്. പിരമിഡ് ആകുമ്പോൾ ഒരൊറ്റ ബേസേ ഉള്ളൂ. ഒരൊറ്റ ബേസ് മുകളിലൊരു പോയിന്റിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത്, അതാണ് പിരമിഡ്. നമ്മൾ ഈ ഈജിപ്തിലേക്ക് പിരമിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം ഓർത്താൽ മതി. ഓക്കെ, ഇവിടെയും നെയിം ഡിറ്റർമിൻ ചെയ്യുന്ന ബേസിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ്. ഒരൊറ്റ ബേസേ ഉള്ളൂ. ബോട്ടം ഒരു ബേസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ബോട്ടം ബേസ് സ്ക്വയർ ആണ്, അപ്പോൾ സ്ക്വയർ പിരമിഡാണ്. പിന്നെ നേരത്തതുപോലെ സ്ക്വയർ പിരമിഡ് എഡ്ജസ് ഉണ്ട്, ബേസിൻ്റെ എഡ്ജസ്, അതായത് എഡ്ജ് ഓഫ് ബേസ്, 4 എഡ്ജ് ഓഫ് ബേസ് ഉണ്ട്, അതൊക്കെ സെയിം ആണ്. ദെൻ കോർണേഴ്സ്, സ്ക്വയർ പിരമിഡ് ആകുമ്പം ഈ കാണിച്ചിരിക്കുന്ന 4 കോർണേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് സ്ക്വയർ പിരമിഡ് ബേസിൽ വരെ. ബേസ് എഡ്ജസ്, കോർണേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ദെൻ ഈ ബേസിൽ നിന്ന് നേരെ ഒരു പോയിന്റിലേക്ക് വന്ന് കൺവെർജ് ചെയ്യുമായിരിക്കും. ഓക്കെ, നേരത്തെ കേസിൽ റെക്റ്റാങ്കുലർ ഫേസസ് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ വരുന്ന ട്രയാങ്കുലർ ഫേസസ് ആണ്. കാരണം ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഫേസ് ആയിരിക്കും സൈഡ്സിൽ വരിക, അതിന് ട്രയാങ്കുലർ ഫേസസ് എന്ന് പറയും. അതുപോലെ തന്നെ ആ ട്രയാങ്കുലർ ഫേസ് കൺവെർജ് ചെയ്യുന്ന ഒരു പോയിന്റ് അപ്പെക്സ് എന്ന് പറയും. ഇത് അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ്. പിന്നെ ഈ ട്രയാങ്കുലർ ഫേസസിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ, ഈ എഡ്ജസിന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് പറയുക. ഓക്കെ, ദെൻ നമുക്ക് ആക്സിസ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ വെർട്ടെക്സ് അല്ലെങ്കിൽ അപ്പെക്സിലേക്ക് വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് പിരമിഡിൻ്റെ കേസിൽ ആക്സിസ്. ബേസിൻ്റെ സെൻറ്റർ തൊട്ട് വെർട്ടെക്സ് അല്ലെങ്കിൽ അപ്പെക്സ് വരെ വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് ആക്സിസ്. ദെൻ വരുന്നത് കോണാണ്. കോണിന് പ്രത്യേകിച്ച് പാർട്സ് ഒന്നുമില്ല, ഒരു ബേസ് ഉണ്ട്. ബേസ് എപ്പോഴും സർക്കുലർ ഷേപ്പിലായിരിക്കും. കോണാണ്, ബേസ് ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും. ടോപ്പ് ഇങ്ങനെ നേരെ വന്ന് അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഈ സൈഡ് കേർവ്ഡ് സർഫസ് ഏരിയ ആണ്.
ഇതാണ് ബേസ്, സർക്കുലർ ബേസ് ആണ്. ദെൻ ഈ കേവ് ആക്സിസ്, ഇതിൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്റർ തൊട്ട് അപ്പെക്സ് വരെയുള്ള നേരത്തെ പോലെ ഇമാജിനറി ലൈനാണ് ആക്സിസ്. ദെൻ ഈ ലൈൻസിനെല്ലാം നമ്മൾ ജനറേറ്റേഴ്സ് എന്ന് പറയും. അതായത് ഒരു കോണിൻ്റെ സൈഡിലുള്ള ഫുൾ ലൈൻസിന് ജനറേറ്റേഴ്സ് എന്ന് പറയും. ദെൻ അതുപോലെ തന്നെയാണ് സിലിണ്ടർ വരിക. കോണിനാണ് ഒറ്റ ബേസേ ഉള്ളൂ, ഒരു സർക്കുലർ ബേസാണ്. സിലിണ്ടർ ആകുമ്പം 2 സർക്കുലർ ബേസ് വരും, മുകളിൽ ഒരു ബേസ് ഉണ്ട്, താഴെ ഒരു ബേസ് ഉണ്ട്. അപ്പോൾ ആക്സിസ് എന്ന് പറയുമ്പം പ്രസത്തിൻ്റെ പോലെ തന്നെയാണ് ആക്സിസ് പറയുക. 2 ബേസിനെ സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനാണ് ആക്സിസ്. പിന്നെ ഇവിടെ ഉള്ളത് ജനറേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് സൈഡിലുള്ള എല്ലാ ലൈൻസും, അതായത് 2 സർക്കിൾസിനെ ജോയിൻ ചെയ്യുന്ന കംപ്ലീറ്റ് ലൈൻസിനെ നമ്മൾ ജനറേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ള സോളിഡ്സ്: പ്രിസം, പിരമിഡ്, സിലിണ്ടർ, കോൺ. സിലിണ്ടറിനെയും കോണിനെയും നമ്മൾ സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ആക്ച്വലി അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കോൺ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറിൻ്റെ ഷേപ്പില്ലേ, അതായത് റൈറ്റ് ട്രയാങ്കിളിനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കോൺ കിട്ടും. അതുപോലെ ഒരു റെക്റ്റാങ്കിളിനെ റൊട്ടേറ്റ് അല്ലെങ്കിൽ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടർ കിട്ടും. അതുകൊണ്ടാണ് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിനെ നമുക്ക് റിവോൾവ് ചെയ്ത് ഒരു പോയിന്റിൽ റിവോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ കോണായിരിക്കും. അതുപോലെ റെക്റ്റാങ്കിളെ റിവോൾവ് ചെയ്താൽ നമുക്ക് സിലിണ്ടർ കിട്ടും. അതുകൊണ്ടാണ് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയാറ്. ഓക്കെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ 2 എണ്ണമാണ്, കോണും സിലിണ്ടറും. ബാക്കിയുള്ള പ്രിസം പിരമിഡ്. ഇത്രയാണ് നമുക്കിപ്പോൾ വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫ്രണ്ട് ടോപ്പ് വ്യൂ ഒക്കെ എങ്ങനെ വരുമെന്നൊക്കെ. ഇപ്പോൾ നമ്മളൊരു ഹെക്സാഗണൽ ഹെക്സാഗണൽ പ്രിസം, അതായത് ബേസ് ഹെക്സാഗണലുള്ള ഹെക്സാഗണൽ പ്രിസമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു ഹെക്സാഗണൽ പ്രിസം വരച്ചു. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ടോപ്പ് വ്യൂ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. 2 കണ്ടീഷനാണ് നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഒരു റെക്റ്റാങ്കിളാണ് ഹെക്സാഗണൽ പ്രിസം. ബേസ് HP കേസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് കിട്ടും. ദെൻ ടോപ്പ് വരുമ്പോഴത്തേക്കും ബേസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, റൈറ്റിൽ എഡ്ജ് വരുന്നൊരു കേസ്. ഇവിടെ റൈറ്റിൽ എന്താണ് വരുന്നതെന്ന് നോക്കുക, ഏത് ക്വസ്റ്റ്യൻ ആയാലും. ഇപ്പോൾ റൈറ്റിൽ എഡ്ജ് വരുന്നൊരു കേസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ ടോപ്പ് വന്നപ്പോൾ റൈറ്റിൽ എഡ്ജ് വന്നു. ദെൻ ഈ കേസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കേസാണ്. ഇവിടെ നമ്മൾ ഏറ്റവും റൈറ്റ് സൈഡ് വെച്ചിരിക്കുന്നത് കോർണറാണ്. നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഒരു കോർണറാണ് റൈറ്റ് എൻഡിലിരിക്കുന്നത്. റൈറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ കോർണറാണ്, നേരത്തെ എഡ്ജാണ്. 2 പൊസിഷനാണ്, ഒന്നെങ്കിൽ എഡ്ജ് റൈറ്റ് സൈഡ് അല്ലെങ്കിൽ കോർണർ റൈറ്റ് സൈഡ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ടോപ്പ് എങ്ങനെ വരും നോക്കാം. ഫ്രണ്ട് വ്യൂവിൽ സിമിലർലി ഒരു റെക്റ്റാങ്കിൾ തന്നെ ആയിരിക്കും വരിക. കുറച്ചുകൂടെ ലാർജർ ഡയമെൻഷനുള്ള റെക്റ്റാങ്കിൾ ആയിരിക്കും വരിക. കാരണം 3 ഫേസസ്, അതായത് 3 ലോങ് എഡ്ജസ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എഡ്ജസ് വിസിബിൾ ആയിട്ടുള്ള രീതി, എഡ്ജസ് അല്ല ഫേസസ്. ദെൻ ടോപ്പിൽ നമുക്കറിയാം, നേരത്തെ കാണിച്ചു ടോപ്പിൽ എന്തായാലും ഹെക്സാഗണാണ് വരുന്നത്. ദെൻ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പെൻറ്റഗണാണ്. ഓക്കെ, ഈ പെൻറ്റഗൺ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റൈറ്റിൽ എന്താണെന്ന് നോക്കുക. റൈറ്റിൽ കോർണർ ആയിട്ടുള്ള ഒരു പെൻറ്റഗണാണ്. ഓക്കെ, അതിൻ്റെ ടോപ്പിയും ഫ്രണ്ടിൽ നോക്കുക. എല്ലാം നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലാണ് വയ്ക്കുക. ഓക്കെ, അതിൻ്റെ ടോപ്പി വരുന്നത്, ഓക്കെ ഇതല്ല ആക്ച്വലി തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടോപ്പി കിട്ടുക. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ടോപ്പി വരിക. അതായത് കോർണർ റൈറ്റ് സൈഡ് വരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട റൈറ്റ് സൈഡ്, റൈറ്റ് മോസ്റ്റ് എൻഡിൽ എന്താണെന്ന് നോക്കുക. കോർണർ റൈറ്റ് സൈഡ് വരുന്നതാണ്. ഇപ്പോൾ ടോപ്പി നോക്കി ദെൻ ഫ്രണ്ടിൽ നോക്കാം. ഫ്രണ്ടിൽ ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾ ആയിരിക്കും കിട്ടുക. ഒരു പ്രിസമാണ്, അപ്പോൾ എപ്പോഴും അതിൻ്റെ ഫ്രണ്ട് റെക്റ്റാങ്കിൾ ആയിരിക്കും കിട്ടുക. ടോപ്പിൽ അതിൻ്റെ ബേസിൻ്റെ ഷേപ്പും. ദെൻ വെച്ചിരിക്കുന്നത് പെൻറ്റഗണൽ പ്രിസം തന്നെയാണ്. ഇവിടെ റൈറ്റ് സൈഡ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ബേസ് എഡ്ജാണ് റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിൽ നോക്കുമ്പോൾ പെൻറ്റഗണൽ ഷേപ്പ് കിട്ടും. അതിൻ്റെ റൈറ്റ് സൈഡിൽ എഡ്ജ് വരുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ദെൻ ഇതിൻ്റെ ഫ്രണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഫ്രണ്ട് വ്യൂ ബേസ് ഫിഗർ ഏത് വേണം എന്ന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. 2 ബേസ് ഫിഗർ ആണെന്ന് മനസ്സിലാക്കുക. ഒന്നുകിൽ റൈറ്റ് മോസ്റ്റ് എൻഡിൽ എന്താണ് വരുന്നത്, അതാണ് ഡിഫൈനിങ് ഫാക്ടർ. ഓക്കെ, ഒരു പിരമിഡ്. ദെൻ ഇതൊരു സ്ക്വയർ പിരമിഡാണ്. ഇവിടെ 2 പൊസിഷനാണുള്ളത്, ഒന്നുകിൽ എഡ്ജ് റൈറ്റ് സൈഡ് അല്ലെങ്കിൽ കോർണർ റൈറ്റ് സൈഡ്, റൈറ്റ് മോസ്റ്റ് എൻഡ്. ഓക്കെ, ഇത് എഡ്ജ് റൈറ്റ് സൈഡ് വരുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഫ്രണ്ട് എങ്ങനെ കിട്ടും നോക്കാം. ഇതാണ് ഫ്രണ്ട്. ട്രയാങ്കിൾ ആയിരിക്കും പിരമിഡിൻ്റെ കേസിൽ വരിക. ടോപ്പിൽ ആ ബേസ് കിട്ടും. ടോപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബേസ് വരയ്ക്കുമ്പം ആ ഒരു എഡ്ജാണ് ഏറ്റവും റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിൽക്കുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റിൽ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമ്മൾ ആ സോൾഡൊന്ന് ഒന്നുകൂടെ ഓറിയൻറ്റേഷൻ മാറ്റി. ഇപ്പോൾ റൈറ്റിൽ നിൽക്കുന്ന കോർണറാണ്. ഓക്കെ, ഇപ്പോൾ ടോപ്പിൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും വരിക. ഇത് ഈക്വലി ഇൻക്ലൈൻഡ് എന്ന ക്വസ്റ്റ്യൻ ആണ് ഇതാണ് വരയ്ക്കേണ്ടത്. ഇത് കോർണർ റൈറ്റ് സൈഡ് വരും. ദെൻ ഫ്രണ്ട് വ്യൂ അവിടെ ട്രയാങ്കിൾ തന്നെ ആയിരിക്കും വരിക.
ദെൻ നമുക്കുള്ളത് സിലിണ്ടറിൻ്റെ നമുക്കറിയാം ഫ്രണ്ട് ടോപ്പിൽ സർക്കിളായിരിക്കും വരിക, കാരണം സർക്കുലർ ബേസാണ്, ടോപ്പിലാണ് സർക്കിൾ വരിക. ആകെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ജസ്റ്റ് HP ബേസ് റെസ്റ്റ് ചെയ്യുന്നു. ഫ്രണ്ടിൽ റെക്റ്റാങ്കിൾ വരും. ഇതൊക്കെ എങ്ങനെ വരയ്ക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് പറഞ്ഞിരിക്കുക എന്തൊക്കെ ഷേപ്പാണ് വരുന്നത്. സിലിണ്ടർ ആണെങ്കിലാണ്. ഇനി കോണാകുമ്പോൾ എന്താ വരിക, ടോപ്പിൽ എന്തായാലും നമുക്ക് പഴയ സർക്കിൾ തന്നെ ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ എന്ത് വരും നോക്കാം. ഫ്രണ്ടിൽ നേരെ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട്. നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ട്രയാങ്കിൾ ആയിരിക്കും കാണുക. ടോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ ഒരു സർക്കുലർ ബേസ് എന്താണോ ബേസ് ആയിരിക്കും ടോപ്പിൽ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കി ഇത്തരം കാര്യങ്ങളായിരുന്നു. സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. പ്രിസമുണ്ട്, പിരമിഡുണ്ട്, സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ ഉണ്ട്. പിന്നെ പ്രിസത്തിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ്, അതായത് ട്രയാങ്കുലർ പ്രിസം, സ്ക്വയർ പ്രിസം, അതായത് ബേസിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്ത് പ്രിസത്തിൻ്റെ ട്രയാങ്കുലർ, സ്ക്വയർ, പെൻറ്റാഗണൽ, ഹെക്സാഗണൽ ഒക്കെയാണ് കോമൺ. അതുപോലെ പിരമിഡിൻ്റെയും ട്രയാങ്കുലർ, സ്ക്വയർ, പെൻറ്റാഗണൽ, ഹെക്സാഗണൽ. പിന്നെ നമുക്ക് വരുന്നത് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ 2 സിലിണ്ടറും കോണും. ഓക്കെ, ഇത്ര സോളിഡ്സിൻ്റെയാണ് നമുക്ക് പ്രൊജക്ഷൻസ് വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സോളിഡ്സിൻ്റെ ബേസ് ഫിഗേഴ്സ്, അതായത് ഫ്രണ്ട് ടോപ്പ് എങ്ങനെ വരും, ബേസ് എങ്ങനെയൊക്കെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, 2 ബേസ് ഫിഗേഴ്സ് പറഞ്ഞു. അതിൻ്റെ ഫ്രണ്ട് ടോപ്പ് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം, അതായത് ബേസ് ഫിഗേഴ്സ് എങ്ങനെ വരയ്ക്കണം എന്നുള്ളതും പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.